അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു അടയാട്ടോ. അതിനുവേണ്ടി ഗോതമ്പ് പൊടിയും കുറച്ച് ജീരകവും കുറച്ചധികം തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടയാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ കഴിക്കുന്നത്. ഞാൻ തവ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ബട്ടറാട്ടോ തേച്ച് കൊടുക്കുന്നത്. ബട്ടറോ അതുപോലെ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് തൂത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ തൂത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമേ. എന്നിട്ട് ഇതേപോലെ കനം കുറച്ച് പരത്തി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഡിന്നർ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പി ആട്ടോ ഇതുപോലത്തെ അട. ഇതുപോലെ തന്നെ നമുക്ക് റവ വെച്ചും അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ബട്ടർ തൂത്ത് കൊടുത്തിട്ട് തവയിൽ വെച്ച് പരത്തി എടുത്തിട്ടാണ് ഈ ഒരു അട ഉണ്ടാക്കുന്ന. ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് തൂത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ തൂത്തിട്ടാട്ടോ ഉണ്ടാക്കിയ ഈ ഒരു ബട്ടർ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഗാർലിക് ബട്ടറാണ്. ഗാർലിക് ബട്ടറായിരുന്നു, ഗാർലിക് കണ്ടോ. അപ്പം ഗാർലിക് ആൻഡ് ഹെർബ്സ്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പം ഇച്ചാൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇച്ചാൻ പറയും എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയും കേട്ടോ. അതൊരു സംശയമാണ്. പിന്നെ ഈ ഒരു അടയുടെ കൂടെ കട്ടൻ ചായ കേട്ടോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കട്ടൻ ചായയും ഗോതമ്പ് അടയും ഈ ഒരു ലൈറ്റായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാട്ടോ.